ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നിങ്ങളൊരു EV വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റേഞ്ചിൻ്റെ ആങ്സൈറ്റി, അതായത് എത്ര കിലോമീറ്റർ കിട്ടും. രണ്ടാമത്തെ കാര്യം ബാറ്ററിയുടെ വാറണ്ടിയാണ്. എന്നാൽ ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു രീതിക്കുള്ള ടെൻഷൻ ഇല്ലാതെ എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കിയ സിറോസ് EV ആണ് ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് വിശേഷം, എന്തുകൊണ്ട് ഈ രണ്ട് കാര്യത്തിൽ ടെൻഷൻ വരുന്നില്ലെന്നും എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെന്നും, രണ്ട് ബാറ്ററി പാക്കാണ് ഇന്നിപ്പം എൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമുക്ക് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം, അധികം സമയം കളയാതെ. ഏതായാലും ഈ ഒരു മാറ്റ് ഫിനിഷ് കളർ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാറ്റം, ഈ EV വാഹനത്തിൻ്റെ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാൻ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രം നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പഴയ മോഡലും ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഒരു ഗ്രില്ലെടുത്ത് മാറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്രില്ലൊന്നും ചെറുതാക്കി എന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളതെല്ലാം ആസിറ്റീസ് തന്നെയാണ്. നമുക്കിവിടെ നമ്മുടെ സ്റ്റാർ മാപ്പ് ഡിസൈനിലെ DRL കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന DRLs ആണ്. അതുപോലെ തന്നെ 3 ഐസ് ക്യൂബ് ഷേപ്പ് MFR ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് മൾട്ടി റിഫ്ലക്ടർ ടൈപ്പ്. ഇതിനകത്ത് റിഫ്ലക്റ്റേഴ്സ് ആണ് വരുന്നത്, അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു വ്യത്യാസം പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഹെഡ്ലൈറ്റിൽ പറയാനുള്ള. സെയിം ഹെഡ്ലൈറ്റാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പാർക്കിംഗ് സെൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 1, 2, 3, 4, 5, 6 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിലും സൈഡിൽ 2 വെച്ച് നോക്കുകയാണെങ്കിൽ 4 സൈഡ് പാർക്കിംഗ് സെൻസേഴ്സും ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്, അതൊരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റിലാണ്. ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പും കാണാൻ സാധിക്കുന്നുണ്ട്, അതും LED തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു വലിയ എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ റഡാറും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, മേളിലൊരു ക്യാമറയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഡാസിൻ്റെ ഫീച്ചറിന് വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന. മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചു പോകുന്നത്. ഹുഡും കാര്യങ്ങളൊക്കെ ആസ് ഇറ്റ് ഈസ് സെയിം ആണ്. കിയയുടെ ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്ലാഡിങ് എല്ലാം കൂടെ ശരിക്കും ഒരു SUVയുടെ തന്നെ രീതിക്ക് ഈ ഒരു ക്ലാഡിങ് എല്ലാം ഇങ്ങനെ കയറി പോകുന്ന കാണാം. EV വാഹനമായതുകൊണ്ട് ചാർജിങ്ങിൻ്റെ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു പോർഷനിലാണ്. അവിടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഫെൻഡറിൻ്റെ പോർഷൻ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കും ടയർ സൈസ് നമുക്ക് കാണാൻ സാധിക്കും. 215, 55, 6, 17 ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈനിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സൈഡിൽ ഞാൻ 42 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡലിൻ്റെ ഏറ്റവും ടോപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടയർ സൈസ് വരുന്നത് 215, 60, 6, 16 ഇതിൻ്റെ സൈസ് വരുന്നത്. കിയയുടെ മിക്ക വാഹനങ്ങളിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നട്ടുകളൊന്നും ഇവിടെ പുറത്ത് കാണത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീൽ ക്യാപ്പിൻ്റെ ഒരു ഗുണം തന്നെയാണ്. കാരണം ഈ ഒരു ഹോളിനകത്തൊരു ടൂളിട്ട് ഈ ക്യാപ്പ് നമുക്ക് ഊരിയതിന് ശേഷം മാത്രം ഈ ടയർ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാണുമ്പോഴത്തേക്കും ഒരു ഗുമ്മൻ ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഡയമണ്ട് കട്ട് അലോയാണ്, നെയ്റോ വീലാണ് കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് ഒരു EV ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. ഇനി നമുക്ക് സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മിറേഴ്സ് കാണാൻ സാധിക്കും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ്, 360 ഡിഗ്രിയുടെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിററിൻ്റെ തൊട്ട് താഴെയായിട്ട് പടിൽ ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കിയ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈപ്പ് രീതിക്കുള്ള ലൈറ്റാണ് നമുക്ക് നേരെ ഈ ഒരു താഴെ വരുന്നത്. ഈ ഒരു വെട്ടം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാണാത്ത, അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ നിന്നൊരു ലൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഹാൻഡിൽസിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പപ്പ് ടൈപ്പാണ് വരുന്നത്. ഇത് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ X ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റ് മാത്രമാണ് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടുന്നത്. ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് അവൈലബിൾ ആണ്, പക്ഷേ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടി വരും. താഴോട്ട് നോക്കാനാണെങ്കിൽ ഈ ഡോറിൻ്റെ പോർഷൻസിലൊക്കെ നമുക്ക് കാണുന്ന ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് തന്നെയാണ് ഡോറിൻ്റെ ഗാർഡ് പോലെയൊക്കെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് തന്നെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എല്ലാ ക്ലാഡിങ്സ് കൊടുത്ത് ഒരു പക്ക SUV ആണെന്ന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കാരണം EV വാഹനമാണ്, ബാറ്ററി താഴെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയോ കുറഞ്ഞോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. 7 mm വെച്ച് കൂടിയിട്ടുണ്ട്. അതായത് 197 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സസ്പെൻഷൻ്റെയൊക്കെ മാറ്റം കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൽ നമുക്കിവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി അത്യാവശ്യം എല്ലാ ടെറൈൻസിലും കൂടെ
ഓടിക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓഫ് റോഡിൽ പോകാമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ നോർമലായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടിക്കാൻ സാധിക്കും. ഫ്രണ്ട് ആൻഡ് ബാക്ക് ബ്രേക്ക് ഡിസ്ക്കാണ് കിട്ടുന്നത്. അതിൻ്റെ മേളിലോട്ട് ഈ ഒരു ക്വാർട്ടർ പാനൽ തുറക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു രീതിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു പില്ലേഴ്സും കൂടി, ഈ ഒരു മോഡലായിട്ട് പെട്ടെന്ന് അറിയുന്നില്ലെന്നുള്ളൂ, കളേഴ്സ് ഉള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒറ്റ പീസായിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൂഫ് റെയിൽസ് കാണാൻ സാധിക്കും. അതൊരു ഗ്ലോസി എലമെൻ്റ് ആണ്, പക്ഷേ ഡു നോട്ട് ലോഡ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ലോഡ് അപ്ലൈ ചെയ്യാൻ പാടില്ല, കാണാനുള്ളൊരു ഇതിനു വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് തൊട്ടാണ് നമ്മുടെ ടെയിൽ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ പലരും പറയുന്നൊരു കാര്യമാണ്, ടെയിൽ ലാമ്പ്സും ഹെഡ് ലൈറ്റ്സും വരുന്ന കുറച്ചൊരു ലോവർ പോർഷനിലാണ്, പക്ഷേ അതിൻ്റേതായ ഒരു ക്യൂട്ട്നെസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെയിൽ ലാമ്പ് അസംബിൾ ഫുൾ LEDs ആണ് വരുന്നത്. അതായത് ബ്രേക്ക് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും എല്ലാം LED തന്നെയാണ് വരുന്നത്. പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ EV എന്നൊരു ബാഡ്ജിങ് ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കയറിയിരിക്കുന്നത്. സിറോസ് EV ഇവിടെ ഫുൾ ബ്ലാക്ക് തീമാണ്. അതുകൊണ്ടാണ് ഈ ലോഗോയും കിയയുടെ ലോഗോയും ഫുള്ളായിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് X ലൈൻ കാണാൻ സാധിക്കും. X ലൈനാണ് ടോപ്പ് ഓഫ് ദ ലൈൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ കാണാം. ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന വൈപ്പർ, ഫോഗേഴ്സ്, ഷാർക്ക് ഫിൻ ആൻറ്റിനെ ഒരു ചെറിയ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്പോയിലർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കിയ കണക്ട് 2.0 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഏതായാലും ഒരു വലിയൊരു ബൂട്ടാണ് കിട്ടുന്നത്. ഇത് 390 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. സീറ്റ് മടക്കിയിട്ടുള്ള എക്സ്റ്റൻഷൻ അല്ല, അല്ലാതെ സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്ത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. 465 ലിറ്റർ വരെ ആക്കാൻ സാധിക്കും. ഇപ്പം ഈ കാണുന്നൊരു ബൂട്ട് സ്പേസ് ഇത് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു കുഞ്ഞൻ പാർസൽ ട്രേ ആണ്. നമുക്ക് ഇത്രയും ചെറിയൊരു പാർസൽ ട്രേ ആണ് കിട്ടുന്നത്. ഇത് കൊടുത്തേക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അത് ഞാൻ അകത്തോട്ട് കയറുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്കിവിടെ അകത്തൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് LED ആക്കാറുണ്ടെങ്കിൽ നന്നായിരുന്നു. ചാർജർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്പെയർ വീലും കിട്ടുന്നുണ്ട്. സ്പേസ് സേവർ ടയറാണ്, എന്നാലും അത്യാവശ്യം ഈ ഒരു കാര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടൂളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. റിയറിലും നമുക്ക് 6 റിവേഴ്സ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് സൈഡിൽ 2ഉം ബാക്കിൽ 4ഉം, അങ്ങനെ 6 എണ്ണം കിട്ടുന്നുണ്ട് ടോട്ടൽ. 1, 2, 3, 4, 5 and 6 സെൻസേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. പോപ്ഡ് ഹാൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് തുറക്കാൻ എളുപ്പമുണ്ട്. ഈ ഒരു കളർ തീം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ഡാർക്ക് ഗ്രീനും ഈ ഒരു ബ്ലാക്ക് കളറും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. ഇത്രയും ഭാഗം നമ്മുടെ സെയിം തന്നെയാണ് വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. മിറർ അഡ്ജസ്റ്റിങ് റൈറ്റ് ലെഫ്റ്റ്, മിറർ ഫോൾഡിങ്, ഇപ്പോൾ നമുക്ക് ഫോൾഡ് ആകുന്നത് കാണാൻ സാധിക്കും. ഒന്നുകൂടെ ഞാൻ അൺഫോൾഡ് ചെയ്തു. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ലോക്ക് അൺലോക്ക് എല്ലാ വിൻഡോസും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഇവിടെ നമുക്കൊരു സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. 3 സ്റ്റേജ് സ്വിച്ചാണ് വരുന്നത്. ഇനിയിപ്പം സെക്കൻഡ് സ്പീഡ്, ഫസ്റ്റ് സ്പീഡ്, ഓഫ്, അങ്ങനെ 3 സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പവർ വിൻഡോസ് അല്ല. ഇപ്പോൾ ഈ ഒരു ബാക്കിലത്തെ ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് 1 ടച്ച് ഡൗണും കിട്ടി. അതുപോലെ തന്നെ 1 ടച്ച് അപ്പും കിട്ടുന്നുണ്ട്. നല്ലൊരു ഫീച്ചറാണ്. സ്പീക്കേഴ്സ് വരുന്ന ഹാർമൻ കാർഡൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട് ടോപ്പ് വേരിയൻസിനെല്ലാം. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഒരു കുട കയറ്റി വെക്കാനുള്ള ഓപ്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. എല്ലാ ആസിറ്റീസും നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ AC വെൻ്റ് ആണെങ്കിലും തൊട്ട് താഴെ വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റിങ്, ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച്, ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്, ഫ്യൂസ് കേസ് അതിനകത്ത് OBD കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഡ്രൈവ് ബൈ വയർ അഥവാ നമ്മുടെ ഗിയർ സെലക്ടേഴ്സ് വരുന്ന ഈ ഒരു പോർഷനിലാണ്. ഇത് നമ്മൾ പലപ്പോഴും പല വാഹനങ്ങളിലും ഇപ്പം കാരൻസ് ക്ലാവിസ് CVയിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുണ്ടായുടെ ക്രെറ്റയെ കണ്ടിട്ടുണ്ട്. സെയിം ടൈപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. ഡ്രൈവ് മോഡ്, ന്യൂട്രൽ മോഡ്, റിവേഴ്സ് മോഡ്, പാർക്ക് മോഡ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് മോഡ്. അതുപോലെ തന്നെ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഏതായാലും
പാർക്ക് മോഡിലോട്ടൊന്നുകൂടെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോമ്പിനേഷൻ സ്വിച്ചിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ്, പാർക്ക് ഹെഡ്ലൈറ്റ് ഓൺ വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈഡിലെ കോമ്പിനേഷൻ സ്വിച്ചിൽ നമുക്ക് ഇൻ്റർമിറ്റൻ്റെ സ്പീഡ് എത്ര വേണമെന്നുള്ള ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോ വൈപ്പേഴ്സ് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. സ്റ്റിയറിംഗ് വീൽ കാണാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീൽ എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ഡബിൾ ഡി കട്ട് ചെയ്യുന്ന സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ കൺട്രോൾസും നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന ക്ലസ്റ്റർ മീറ്ററിൻ്റെ കൺട്രോളും ക്രൂയിസ് കൺട്രോളും അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഓരോന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലസ്റ്ററിൽ കൃത്യമായിട്ട് കാണാം. ഇക്കോ, നോർമൽ, സ്പോർട്ട് മോഡ് നമുക്കിവിടെ പ്രസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്ന വേറൊന്നിനുമല്ല, റീജനറേഷൻ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഐ പെഡൽ എന്ന് പറയുന്നൊരു ഫീച്ചറും കിട്ടുന്നുണ്ട്. അതായത് വൺ പെഡൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അത് ഈ ലെഫ്റ്റ് സൈഡിലെ പെഡൽ നേരെ പ്രസ് ചെയ്ത് പിടിച്ച്, ഈ ഒരു പെഡൽ നേരെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ പെഡൽ മോഡിലോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും വാഹനം തന്നെ സ്ലോ ഡൗൺ ചെയ്ത് വരുന്നതായിരിക്കും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. സിറ്റി ട്രാഫിക്സിലൊക്കെ ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് പറയാൻ സാധിക്കും. ഏറ്റവും മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ട്രിനിറ്റി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതായത് 30 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 12.3 ഇഞ്ച്, അതുപോലെ തന്നെ ഒരു 5 ഇഞ്ചിൻ്റെ ചെറിയ ഡിസ്പ്ലേ. ഇത്രയും ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ക്ലസ്റ്റർ മീറ്ററും അതുപോലെ തന്നെ AC കൺട്രോൾസും നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഡ്രൈവറിന് ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്, സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫിസിക്കലായിട്ടുള്ള സ്വിച്ചസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ലെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ AC വെൻറ്റുകളാണ് എനിക്കിവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇതിങ്ങനെ ഒറ്റ ലൈനായിട്ട് തന്നെ പോവുകയാണ്. അവിടെയും ഇവിടെയും ഈ ഒരു പോർഷനിലാണ് AC വെൻറ്റുകൾ വരുന്നത്. പക്ഷേ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് AC വെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്തറിയാൻ സാധിക്കില്ലെന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ACയുടെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബ്, അതായത് ഏത് ടെമ്പറേച്ചർ ഇടണം, ഓട്ടോ ഏത് മോഡ് വേണം. ഇനിയിപ്പോൾ ഓട്ടോ മോഡ് വേണ്ടെങ്കിൽ നമുക്ക് ഫാൻ്റെ സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മോഡുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പൊസിഷൻ, എയർ ഫ്ലോ ഏതൊക്കെ പൊസിഷനിൽ വേണോ നമുക്ക് ഇവിടെ കൃത്യമായിട്ടത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 3 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AC കംപ്ലീറ്റ് ഓഫ് ആകുന്നതായിരിക്കും. ഇവിടെ മേളിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചസ് എല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ്, സെറ്റപ്പിൻ്റെ സ്വിച്ച്. ഇനി നമുക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മീഡിയ കൺട്രോൾ ചെയ്യും. മീഡിയ എടുത്ത് കഴിഞ്ഞിട്ട് മീഡിയക്കകത്ത് വേറെ മാറ്റമോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി അപ്പ് ആൻഡ് ഡൗൺ പോർഷന് പവർ ഓഫ് നമുക്ക് വരുന്നത് ഈ ഒരു ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ ഓഫ് ആകുന്നതാണ്. ഫുൾ പ്രസ് ചെയ്ത് പിടിക്കുക, ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓൺ ആണ്. സെർച്ച് ബട്ടൺ, മാപ്പ്, ഹോം, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ തൊട്ട് താഴോട്ട് വരുമ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓട്ടോ ക്ലൈമറ്റ് മോഡ്, ഫാൻ്റെ സ്പീഡ്. തൊട്ട് താഴെ വരുമ്പോൾ നമുക്കിവിടെ 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോണുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 100 വാട്ട്സ് കൊടുത്തിരിക്കുന്നതിൽ ഒരു നല്ല കാര്യമാണെന്ന് തന്നെ പറയാം. അതേപോലെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചാർജിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഫോൺ മാത്രം ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ചാർജിങ്ങും നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് എടുക്കാൻ വേണ്ടിയുള്ള പെൻഡ്രൈവോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൻ്റെ താഴെ വരുമ്പോൾ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജർ ഇവിടെ കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല പാക്ഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിയ സിറോസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പേസ് ആണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണല്ലോ എനിക്ക് ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഏരിയ ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു പാർട്ടീഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോർഷനാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷനുള്ള എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതും കൂടെ നമുക്കൊരു ഏരിയ ആക്കാം. ഇനി വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, ഇങ്ങനെയും വെക്കാം. ഇതൊന്ന് ഇറക്കി വെക്കാനുള്ള ഓപ്ഷനുണ്ട്, നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് കൺസോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കൺസോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഈ ഒരു കൺസോൾ വരുന്നത്. എന്തെങ്കിലും ഇതിൻ്റെ മേളിൽ വെക്കണമെങ്കിൽ വെക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമുക്ക് ഏത് പൊസിഷനിൽ വേണം. ഇപ്പം ഇത്രയും വലിയ ഒരു കുപ്പിയൊക്കെ വെക്കാനാണെങ്കിൽ ഇവിടെ വെക്കാം. ഇനി അതല്ല ഒരു കപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കപ്പ്, ഇനി വലിയ കപ്പാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഒരു വലിയ കപ്പ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അത് ക്ലോസ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാത്ത പക്ഷേ എല്ലാം ഓക്കെയാണ്. ഇനി പാർക്ക് സെൻസറിൻ്റെ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. അതിനകത്തൊരു അത്യാവശ്യം ഡീസൻറ്റ് സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 LED ലൈറ്റ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. പനോരമിക് സൺറൂഫാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ സ്പീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പെട്ടെന്നാണ് പോകുന്നത്. ഏതായാലും ഈ പനോരമിക് സൺറൂഫ് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ സാധിക്കും. കാരണം യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിസിബിലിറ്റി കിട്ടും എന്നുള്ളൊരു കാര്യമാണ് കിയ സിറോസിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം വിൻഡോ ഏരിയസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്ക് സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഓപ്പണിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് തന്നെയാണെങ്കിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് സൈഡ് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി കിട്ടുകയാണ്. ബാക്കിലിരിക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് ആ ഒരു കാര്യം കൂടെ പറഞ്ഞത്, എനിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ EV ഓടിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഐസ് വേരിയൻ്റ് ഓടിച്ച സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ സസ്പെൻഷൻ, രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് ആണ്. അതായത് നമുക്ക് അകത്തിരിക്കുന്ന സമയത്ത് ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഇനി നമ്മുടെ ഡ്രൈവർ സൈഡിൻ്റെ സൺവൈസർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്ലാസോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അത് കൊടുക്കാമായിരുന്നു എന്നൊരു സജഷനുണ്ട്. സൺഗ്ലാസ് വെക്കാൻ വേണ്ടി ഒരു ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റ്സ് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കും. ലൈറ്റ്സ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ ഇരിക്കുന്നതിന് മുമ്പ് ഈ ഒരു സീറ്റിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയാം. നമുക്കിതൊരു 4-way അഡ്ജസ്റ്റബിൾ സീറ്റാണ് കിട്ടുന്നത്. സ്ലൈഡിങ്ങും റിക്ലൈനിങ്ങും മാത്രം വരുന്നുള്ളൂ. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഗ്ലോ ബോക്സ്. ഇപ്പോൾ ഗ്ലോ ബോക്സ് കറക്റ്റ് എൻ്റെ കാലെ മുട്ടാത്ത രീതിയിലുള്ള പൊസിഷനിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാര്യം എന്താ ഞാനിങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ബാക്കിലിരിക്കുമ്പോൾ ബാക്കിലത്തെ കംഫോർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിവിടെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതിന് ഈ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഫുൾ ബ്ലാക്ക് തീമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഡാസിൻ്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഇത് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന IRVM ആണ് വരുന്നത്. അതുപോലെ തന്നെ SOS കിട്ടുന്നുണ്ട്, ക്രെയിൻ സർവീസിൻ്റെ വരുന്നുണ്ട്, കിയ കണക്റ്റ് നമുക്ക് ഇവിടുന്ന് എനേബിൾഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിലത്തെ സീറ്റിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സീറ്റിൻ്റെ എത്രത്തോളമാണ് ഞാൻ ഇറക്കിയിട്ടെന്ന് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലെഗ് റൂമൊക്കെ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാക്കിൽ ഇരിക്കാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡ്. ഇനി രണ്ടാമത്തെ കാര്യം പറയാനാണെങ്കിൽ ഇതാണ് സീറ്റ് വെന്റിലേറ്റഡ് ആണ്. അതായത് ഫ്രണ്ട് സീറ്റ് വെന്റിലേഷൻ അവൈലബിൾ ആയിരുന്നു, ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതുപോലെ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡിലെ സീറ്റിലും വെന്റിലേഷൻ ഉണ്ട്, ബാക്ക് സീറ്റിലും വെന്റിലേഷൻ ഉണ്ട്. പക്ഷേ ഈ താഴത്തെ പോർഷനിൽ മാത്രമാണ് നമുക്ക് വെന്റിലേഷൻ കിട്ടുന്നത്. ഈ ഒരു പോർഷനിൽ വെന്റിലേഷൻ ഇല്ല. എന്നാലും കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇച്ചിരി ചൂടൊക്കെ ആയിട്ട് ഇവിടെ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് താഴേക്ക് നല്ല തണുപ്പ് ഇങ്ങനെ കിട്ടുന്നൊരു ഫീലാണ്. ഞാനതൊന്ന് ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സ്പീഡ്, ഒന്നാമത്തെ സ്പീഡ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് പൊസിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ് നമുക്ക് ഇവിടുത്തെ ഗ്ലാസ് കിട്ടുന്നത്. അത് മാത്രമല്ല സൺ വൈസർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൺ ബ്ലൈൻഡ്സ് വരുന്നതുകൊണ്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിലൊക്കെ ഉള്ള സമയത്താണല്ലോ, എന്തെങ്കിലും പ്രൈവസി ഒക്കെ വേണ്ട ഒരു സമയത്താണല്ലോ നമുക്കിതൊന്ന് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റാണ്. പക്ഷേ ഇതൊന്നുമല്ല ബാക്ക് സീറ്റിലെ ഏറ്റവും വലിയൊരു കംഫോർട്ട് എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു കംഫോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. സീറ്റുകൾ നമുക്ക് ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറഞ്ഞു വന്നത്, ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്ന 390 ലിറ്റർ തൊട്ട് 465 ലിറ്റർ വരെയാണ്. അപ്പോൾ എങ്ങനെയാണ് ബൂട്ട് സ്പേസ് കൂട്ടുന്നത് ഈ വാഹനത്തിൽ? ഇതുപോലെയാണ് ബൂട്ട് സ്പേസ് കൂട്ടുന്നത്. അതായത് ഫ്രണ്ടിലോട്ട് നമുക്കിത് മാക്സിമം ഇവിടം വരെ കയറ്റിയിടാം. പക്ഷേ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പാടായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത്ര നമുക്ക് ബാക്കിലോട്ട് കൊണ്ടുപോകാം. സ്ലൈഡിങ് മാത്രമല്ല, റിക്ലൈനിങ് ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും റിക്ലൈൻ ചെയ്തിട്ട് എനിക്ക് കിടക്കാൻ സാധിക്കും. അതായത് ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ 2 സീറ്റിൻ്റെ ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ഇതിപ്പോൾ ഞാൻ ഇത്രയും ചാരിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അപ്രൈറ്റ് പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സീറ്റും ഇതുപോലെ തന്നെ നമുക്ക് സ്ലാൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ചാരി ഇടാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 കപ്പ് ഹോൾഡേഴ്സും കിട്ടുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു സെൻട്രൽ പോർഷനിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ 3 പേർക്ക് കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സെൻറ്റർ ടണലായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് കാലൊക്കെ വെച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കാം. പക്ഷേ സെൻട്രൽ പോർഷനിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സൊക്കെ വരുന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ആംറസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് ചെറിയൊരു സ്റ്റിഫ്നെസ് നമുക്ക് ബാക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇവിടെയും
വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ലെതറേറ്റഡ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ പക്ക എന്ന് തന്നെ പറയാൻ സാധിക്കും. എനിക്ക് ഈ കളർ എലമെൻറ്റ് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. അതുപോലെ തന്നെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ ഇതുപോലൊരു മാഗസീൻ ഹോൾഡർ കാണാം. ഇവിടെ ഒരു മൊബൈൽ ഫോൺ മാത്രം വെക്കാൻ വേണ്ടി ഒരു പൗച്ചും കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരികയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഫ്രണ്ടിലത്തെ സ്പീഡ് തന്നെ ആയിരിക്കും ബാക്കിൽ കിട്ടുന്നത്. താഴെ 2 USB-C ടൈപ്പ് ചാർജിങ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് ഇട്ട് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ കിയ സിറോസിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടുപോലെ ഫ്ലോട്ടിംഗ് ഏരിയ ആണെങ്കിലും ആ ഒരു ഫ്ലോട്ടിംഗ് ആംറസ്റ്റും അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഏരിയ, അതിൻ്റെ കൺസോൾ, അതിനകത്തൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഡോറിലൊക്കെയാണല്ലോ നമുക്ക് കൊടുത്തിരിക്കുന്ന പോക്കറ്റ് ഏരിയാസ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ വെക്കാൻ സാധിക്കുന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ഒരു പനോരമിക് സൺറൂഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇരുന്നാണെങ്കിൽ പോലും എനിക്കിതേ ആകാശമൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഹിഡൻ കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ബാക്കിലത്തെ സീറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് ഇവിടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്. യെസ്, നമ്മുടെ നോർമൽ വീടുകളിൽ കിട്ടുന്ന 230 അഥവാ ഇവിടെ 250 വോൾട്ട് 16 ആംസിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കിടുവൊരു ഫീച്ചറാണ്. നമുക്ക് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ആയിരിക്കും. ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. 100 വാട്ട്സ് കിട്ടുന്നുണ്ട്. എന്നാലും ഇവിടെ ഇങ്ങനൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 2 റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ സ്ഥിരം EV വാഹനങ്ങളിൽ പറയുന്ന പോലെ എഞ്ചിനില്ല, പക്ഷേ ഒരു ഇലക്ട്രിക് മോട്ടറും അതിൻ്റെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പ്രത്യേകിച്ച് ഇതൊരു ഐസ് വാഹനത്തിനെ EV ആക്കിയതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള രീതിക്കാണോ അതോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐസ് എടുത്ത് മാറ്റി EV എടുത്ത് വെച്ചതായിട്ട് തോന്നുമോ എന്നുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. വാ. എഞ്ചിൻ റൂം ഒന്ന് കാണാം. പറഞ്ഞ് ശീലമായിപ്പോണ്ട്. എഞ്ചിൻ റൂം അല്ല, ഇനിയിപ്പോൾ ഇതൊരു മോട്ടർ റൂം കാണാമെന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ്. ഓക്കെ, നോക്കാം. യെസ്, അപ്പോൾ ദേ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ ഒരു ഫ്രങ്കാണ്. ഈ കാണുന്ന ഒരു കുഞ്ഞൻ ഫ്രങ്കിൽ 16 ലിറ്ററിൻ്റെ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനമൊന്നും വെക്കാൻ പറ്റില്ല, എന്നാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ സാധിക്കും. മാക്സിമം ലോഡ് 10 kg എന്ന് പറഞ്ഞ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മേളിലോട്ട് വെക്കരുത് എന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു നോർമൽ ബാറ്ററി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് കേബിൾ ഊരാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് വലിച്ച് നമുക്ക് ഊരാൻ സാധിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ EVയിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. ഓറഞ്ച് കേബിൾസ് എല്ലാം ഹൈ ടെൻഷൻ കേബിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂളൻറ്റിൻ്റെ ടാങ്ക് കാണാം, മോട്ടോഴ്സ് കാണാം, വാഷർ ഫ്ലൂയിഡ് കാണാം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും 2 ബാറ്ററി പാക്കിലാണ് നമുക്ക് ഈ വാഹനം കിട്ടുന്നത്. ഒന്ന് 51.4 kWh നമ്മളിപ്പോൾ കാണുന്നതും, ഇനി 42 kWhൻ്റെ ബാറ്ററി പാക്കുള്ള വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കൂടെ നമുക്കൊന്ന് തുറന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ പവർ വരുന്നത് 172 PS പവറും 255 Nm ടോർക്കുമാണ് ഈ ഒരു മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. എഞ്ചിൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ്, തെറ്റിപ്പോകുന്നത് ക്ഷമിക്കുക. മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 2 വേരിയൻസിൽ ഏതെടുക്കണം, ബഡ്ജറ്റ് ഏതാണ് നമുക്ക് നോക്കാം. അതേ സ്ഥാനത്ത് ഒരു 42 kWh ആണെങ്കിലോ എന്താണ് വ്യത്യാസം കൂടെ നോക്കാം. ബാ, ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്, കാരണം ഈ 2 കൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ ഗുണമാണ്. ഒരു രീതിക്കുള്ള വ്യത്യാസമില്ല, കാരണം പുറമേ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. സെയിം ഫ്രങ്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 16 ലിറ്ററിൻ്റെ ഫ്രങ്ക്, അതിലും 10 കിലോയ്ക്ക് മേളിൽ ലോഡ് ചെയ്തെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ബാറ്ററീസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അതിലൊന്നും ഒരു രീതിക്കുള്ള വ്യത്യാസമില്ല. ഈ ബാറ്ററി, അതായത് സെക്കൻഡറി ബാറ്ററി വരുന്നതിൽ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. പ്രൈമറി ബാറ്ററിക്കാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അതേ സ്ഥാനത്ത് നമുക്കിതിൻ്റെ പ്രൈസും അന്നേരം കുറയുന്നുണ്ട്. 14,91,000 രൂപയ്ക്കാണ് ഈ ഒരു വാഹനം ഓൺ റോഡിൽ നമുക്ക് കിട്ടുന്നത്. അതായത് കിയ സിറോസിൻ്റെ ബേസ് വേരിയൻറ്റ്. പക്ഷേ ബേസ് വേരിയൻറ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ പറയുന്ന LED ഹെഡ്ലൈറ്റ്സും DRലും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. കുറച്ച് ഫീച്ചേഴ്സിൻ്റെ മാറ്റങ്ങളാണ് നമുക്ക് വരുന്നത്. അതായത് ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള HTX എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പനോരമിക് സൺറൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഈ വാഹനത്തിലോട്ടൊന്ന് കയറാം. അപ്പോൾ ഇത് HTX എന്ന് പറയുന്ന
ടോപ്പ് ഓഫ് ദ ലൈൻ, അതായത് 42 kWh ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈനിലാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കയറുന്ന സമയത്ത് സീറ്റ് വെന്റിലേഷൻസ് ഒന്നും തന്നെ ഇല്ല. സ്റ്റിയറിങ്ങിൻ്റെ വീല് നമുക്ക് കാണാം, നോർമൽ സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്, ലെതറേറ്റഡോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ എന്നാലും എല്ലാം ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിനിറ്റി ഡിസ്പ്ലേ തന്നെയാണ് കിട്ടുന്നത്. AC-യുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല. 360 ഡിഗ്രി ക്യാമറ ഇല്ല, ഒരു റിയർ ക്യാമറ മാത്രം നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ. ഏതായാലും ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയാം. അതുപോലെ തന്നെ വ്യത്യാസം വരുന്നതാണ് സീറ്റ്. ട്രിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. പക്ഷേ ഇവിടുത്തെ നെഗറ്റീവ് നമ്മൾ പറയുമ്പോൾ പോസിറ്റീവും പറയണമല്ലോ. ഇപ്പം നമുക്ക് ബാക്ക് സീറ്റിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, റിക്ലൈൻ ചെയ്തിടാനുള്ള ഓപ്ഷനും ഉണ്ട്. നല്ല കാര്യമല്ലേ? ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് സീറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും. അതിൻ്റെ കളർ തീംസും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ് കിട്ടുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ മാത്രം നമുക്ക് ലെതറേറ്റഡ് ടൈപ്പാണ് പോകുന്നത്, ബാക്കിയെല്ലാം ഫാബ്രിക്കാണ് നമുക്ക് കിട്ടുന്നത്. സീറ്റ് വെന്റിലേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഓവറോൾ നമുക്ക് ഈ വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീല് തന്നെയാണ് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും ആസിറ്റീസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചൊരു പനോരമിക് സൺറൂഫ് വരെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു വേരിയൻ്റ് തൊട്ട്, അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന HTX തൊട്ടാണ് പനോരമിക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വേരിയൻ്റ് തൊട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാൻ സജസ്റ്റ്. അലോയ് വീലിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു 16 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അതുപോലെ ഈ അലോയ് വീലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ എക്സ് ലൈനിൽ വരുന്ന വ്യത്യാസം ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു മോഡലാണ് എക്സ് ലൈനിൽ വരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഡിസൈൻ പാറ്റേൺ, ഇത് രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് കുറച്ചുകൂടി ഇത് നല്ലതല്ലേ എന്നുള്ളൊരു തോന്നലുള്ളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് ഈ വാഹനത്തിന് കിട്ടുന്ന കീ എന്ന് പറയുന്നത്, കീ ഫോബ്. ഈ ഒരു കീ ഫോബിൻ്റെ കളറ് വൈറ്റാണ് വരുന്നത്. എനിക്കത് ഇനിയിപ്പം കീസിൻ്റെ കവേഴ്സ് നമുക്ക് കിട്ടും, ബ്ലാക്ക് കവേഴ്സ് മേടിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കുറച്ച് ചെളിയാനുള്ള ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ളതിലൊന്നും വ്യത്യാസമില്ല. ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾഡ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾഡ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ ആപ്പ് ത്രൂ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നാലും കീ യൂസ് ചെയ്തും ഇത് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് ഈ വാഹനം ലോക്ക് ചെയ്യാണ്. ഇപ്പോൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ പോപ്പപ്പ് ഡോർസ് എല്ലാം അകത്തോട്ട് അതിൻ്റെ ഹാൻഡിൽസ് പോയത് കാണാം. ഇനി ഞാനിതൊന്ന് അൺലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ ഹാൻഡിൽസ് എല്ലാം പുറത്തോട്ട് വരുന്നതും വളരെ കംഫർട്ടബിളായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം. ഞാനിത് ലോക്ക് ചെയ്തു, ലോക്ക്ഡാണ്. അൺലോക്ക് ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്, നോക്കിക്കോണം. ഇപ്പം 4 ഗ്ലാസുകളും റോൾ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. അത് ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയൻറ്റിന് മാത്രമാണ് ഈ ഒരു ഫീച്ചർ വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം, ഒരുപാട് വെയിലത്തൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് എയർ കയറിപ്പോയി ഒന്ന് തണുത്തോളൂ. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഞാൻ ഈ ലോക്ക് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഈ സെയിം ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഗ്ലാസ്സുകളെല്ലാം തിരിച്ച് കയറുന്നത് നമുക്ക് കാണാം. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ സൺറൂഫ് ഓപ്പൺ ആണ്, സൺറൂഫ് ക്ലോസ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഓപ്പൺഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് സൺറൂഫ് ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തിക്കണം, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ഇറങ്ങി പണിയാണ്. അത് തന്നെ ഹോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടെ നോക്കാം. ഞാൻ ഈ ബട്ടൺ ഒന്ന് ആദ്യം നമ്മളൊന്ന് ലോക്ക് ചെയ്യണം. ഞാൻ ലോക്ക് ചെയ്തു. അതിനുശേഷം ഈ ഹോൾഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഹസാർഡ് വർക്ക് ചെയ്തു. ഇതേ വാഹനം ഇപ്പോൾ ഓണായി. ഇപ്പം നമുക്ക് അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ AC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർക്കിംഗ് ആണ്. പക്ഷേ വാഹനം ലോക്ക്ഡ് ആണ്. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ആരും വന്ന് കയറത്തില്ല അൺലോക്ക് ചെയ്യുന്നത് വരെ. ഞാൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാഹനത്തിലോട്ട് കയറാം. അന്നേരം നല്ല കൂളായിട്ട് ഇരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ വാഹനം ഒരു sub 4 മീറ്റർ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ പുറമേന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു വാഹനമാണെന്ന് തോന്നിയാലും അകത്ത് കയറി കഴിഞ്ഞാൽ അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇത് ശരിക്കും നിങ്ങൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. ഇപ്പം ഞാൻ ഈ വാഹനത്തിൻ്റെ ബാക്കിൽ എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്തും കൂടെ നോക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ ഒരു ഷേപ്പാണ് പലർക്കും ഇഷ്ടപ്പെടാതെ പോയത്. പക്ഷേ ആ ഒരു ഷേപ്പ് ഇപ്പം നമ്മൾ കണ്ട്
നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു രീതി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ EVയും കൂടെ വന്ന സമയത്ത് ലൈഫ് ടൈം വാറണ്ടിയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല 526 കിലോമീറ്ററിൻ്റെ റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒറ്റ ചാർജിൽ തന്നെ 526 കിലോമീറ്റർ. ഇനി 26 മാറ്റിക്കോ, എന്നാലും ഒരു 490 ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 500 കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു കോമ്പാക്റ്റ് വാഹനമാണ്. അതുപോലെ തന്നെ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കിയ കാരൻസ് ക്ലാവിസിലുണ്ടായിരുന്ന സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് പരീക്ഷണമല്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇനി അടുത്ത മെയിൻ കാര്യമാണ് പ്രൈസ്. കാരണം ഏതാണല്ലോ നമുക്ക് പ്രൈസ് അറിയണം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി പറയാനാണെങ്കിൽ 42 kWh HTK എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രൈസ് 14,91,000 രൂപയാണ് നമുക്ക് ഓൺ റോഡിൽ കിട്ടുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ അതിനകത്ത് കിട്ടാതെ ഉള്ളൂ. അതിൻ്റെ അടുത്തത് HTK പ്ലസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും 16,53,000 വരുന്നുണ്ട്. അത് തന്നെ HTX എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളിപ്പോൾ ലാസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ട മോഡലാണ്. അതിൽ സൺറൂഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ റിയർ വെന്റിലേറ്റർ സീറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അത് 42 kWh വരുന്ന മോഡൽസിന് ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. ആ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 17,62,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഈ കാണുന്ന 51 kWh ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് HTK പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് തൊട്ടാണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 18,70,000 രൂപയാണ്. അതുപോലെ തന്നെ HTX എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നതിൻ്റെ പ്രൈസ് 19,78,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ HTX പ്ലസ് വരുന്നതിൻ്റെ പ്രൈസ് വരുന്നത് 21,40,000 രൂപയും. ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഈ ഒരു എക്സ് ലൈൻ മോഡൽ വരുന്നതിൻ്റെ 21,94,000 രൂപ മുടക്കാമെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസിൽ ഈ ഒരു വാഹനം എടുക്കാൻ സാധിക്കും. ഏതെടുക്കണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 52 kWh കുറച്ചൊരു പ്രൈസ് കൂടുതലാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം 42ൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,91,000 52ൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18 തൊട്ടാണ്. പക്ഷേ ബേസ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതിനകത്ത്, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഞാൻ എപ്പോഴും പറയുന്ന 52 എടുക്കാനേ പറയത്തുള്ളത്, വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു ലോങ് റേഞ്ചാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പ്രൈസും അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കിയയുടെ നമ്പറും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ വിളിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും.